എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മാമച്ചൻ അലീനയുടെ കാര്യം ജോബിച്ചിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോബിച്ചനും പറയുന്നുണ്ടായിരുന്നു, വെറുതെ ഇങ്ങനെ പോലീസുകാർ കസ്റ്റഡിയിൽ വെക്കില്ലല്ലോ, അവർക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ മാമച്ചനും പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് ഒരു ക്ലൂവും കിട്ടാനില്ല, അവൾ അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജോബിച്ചനൊരു മടി അമ്മായിച്ചനോട് പറയാൻ, പീഡന കേസ് ആയതുകൊണ്ടാണ് സംസാരിക്കാൻ ഒരു മടി എന്ന് പറയുമ്പോൾ കുര്യച്ചനും അതുപോലെ തന്നെ മാമച്ചായനും പറയുന്നുണ്ട്, നീ നമുക്ക് ഫേവറായിട്ടൊന്നും സംസാരിക്കേണ്ട, അവളെ എന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ മീരനോട് ചോദിക്കും, നിൻ്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് ചോദിക്കാമെന്ന്. എന്നാൽ പിന്നെ വെറുതെ ആ സസ്പെൻസ് എങ്ങനെ ഇടണ്ട, നീ അച്ഛനെ വിളിക്കുകയെന്ന് പറയും. അങ്ങനെ മീര പിന്നെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം അപ്പോൾ DYSP പറയുന്നത്, ഇത് പ്രമാദമായിട്ടുള്ളൊരു കേസാണ്, അറസ്റ്റ് ഇന്നലെയാണ് നടന്നത്, ഇനിയിപ്പോൾ ഇത് വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടി ഒരു പാവാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അച്ഛൻ അവളെ എന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് അറിഞ്ഞാൽ മതി, ആ കുട്ടി ഒരു ഓർഫനാണ്, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ സ്റ്റേഷനിൽ ഇരുത്താൻ സമ്മതിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എറണാകുളത്തൊരു വീട്ടുകാരുണ്ട്, അവൾക്ക് വേണ്ടി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ മീര അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അദ്ദേഹം അന്വേഷിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അലീനയെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യേ. അത് കഴിഞ്ഞ് പിന്നെ SI ആണെങ്കിലും CIനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അലീന കംപ്ലയിൻറ്റിൽ ഒപ്പിടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അവളെന്താ പറയുന്നതെന്ന് CI ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറേ മാസങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ കംപ്ലയിൻറ്റ് തരില്ല എന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ CI ആണെങ്കിലും SIനോട് പറയുന്നുണ്ടായിരുന്നു, ഇതിങ്ങനെ ബലാത്കാരം ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ച കേസായതുകൊണ്ട് അത് എപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്താലും അതിന് എങ്ങനെ വാല്യൂ ഉണ്ടാവുമെന്ന് നീ അവളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കംപ്ലയിൻറ്റും കൂടെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ കേസിന് ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് SI ആണെങ്കിലും CIനോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അവൾ കംപ്ലയിൻറ്റിൽ ഒപ്പിടില്ല എന്നാണ് തോന്നുന്നത്, അവൾക്ക് അവരോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ശരിയാണ്, ബാലചന്ദ്രനും മകനും അവളെ എന്ത് കൊടുത്താണ് വെച്ചിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവളെ കംപ്ലയിൻറ്റിൽ ഒപ്പിടിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മതി, രാത്രി ഒരു 12 മണി കഴിഞ്ഞ് തെളിവെടുപ്പിനാണെന്നും പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ പ്രശ്നമാവില്ല, അത്രയ്ക്ക് വേണമെന്നൊക്കെ SI ആണെങ്കിലും CIനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ SI വീണ്ടും CIനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നാളെ നമ്മൾക്കെതിരെ അവളിങ്ങനെ മീഡിയക്കാരോട് സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ, അത് നമുക്ക് ഇങ്ങനെ മീഡിയക്കാരോട് പറയാലോ, അവളിങ്ങനെ വലിയൊരു ക്രൈമാണ് മറച്ചു വെച്ചിരിക്കുന്നത്, അത് നമുക്ക് മീഡിയക്കാരോട് പറഞ്ഞ് പിടിച്ച് നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ എവിടെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്ന സമയത്ത് ബലാത്സംഗം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാം, എവിടെ വെച്ചാണ് നടന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കീർത്തിനെ അതുപോലെ തന്നെ സ്നേഹേനെ ആരെങ്കിലും കൊണ്ടുപോവുക, വനിതാ പോലീസ് ഇല്ല എന്നുള്ള പരാതിയും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് SI ആണെങ്കിലും CIനോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാം സാറിൻ്റെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ CI പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഞാനിരിക്കുന്ന സ്റ്റേഷനിൽ നിൻ്റെ ഇഷ്ടമാണോ നടത്തുക അതോ എൻ്റെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് അവിടെ പോയിരിക്കും കേട്ടോ. അപ്പോൾ SI ആണെങ്കിലും അവിടുന്ന് ആ ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് സുലോചന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നതാണ് കേട്ടോ. അപ്പോൾ സുലോചനയെ കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഏതപ്പൻ ഹോസ്പിറ്റലിൽ കിടന്നാലും നീ ഒരാളെയല്ലേ ഉള്ളൂ കൂട്ടിയിരിക്കാനേന്ന്, അപ്പോൾ ഞാനെങ്കിലും ഉണ്ടല്ലോ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ വിചാരിച്ചാൽ പോരെയെന്ന് സുലോചന പറയേ. അപ്പോൾ അലീന ഉച്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയതാണല്ലോ, എവിടെ അലീന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുലോചനയാണെങ്കിലും ബാലേന്ദ്രനോട് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ബാലേട്ടനോട് ഇങ്ങനെ പറയാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അലീനേനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത കാര്യമൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴേ ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തിനാ അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ കേസുമായിട്ട് എന്തോ ചോദ്യം ചെയ്യാനാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട്, അതിന് വീട്ടിൽ വെച്ച് ചോദിച്ചാൽ പോരെ, എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അവിടുത്തെ സിസ്റ്റർ ആണെങ്കിലും സുലോചനേനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, നിങ്ങളുടെ ഏട്ടനല്ലേ എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും പിന്നീട് സുലോചനയോട് ഫോൺ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സുലോചന കൊടുക്കുന്നില്ല, അപ്പോൾ ദേഷ്യപ്പെടും കേട്ടോ, ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അലീനയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കൃഷ്ണമോളും പറയുന്നത്, അലീന ചേച്ചീനെ പോലീസ് കൊണ്ടുപോയി എന്ന്. അപ്പോൾ എന്നിട്ട് എന്താ നീ ഈ കാര്യം എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ കോൾ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കണക്കാണെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് സുലോചന അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അവിടുന്ന് എണീറ്റ് പോകാനൊക്കെ നിൽക്കുന്നുണ്ട് ബാലേന്ദ്രൻ. എന്തായാലും സിസ്റ്ററും സുലോചനയും കൂടെ അവിടെ കിടക്കാൻ പറഞ്ഞ് അവിടെ പിടിച്ച് കിടത്തു കേട്ടോ. പിന്നീട് വൈജയന്തിൻ്റെ അടുത്ത് വന്നിട്ട് വേറൊരു സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, സുലോചന ബാലേന്ദ്രനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആട്ടോ ചെന്ന് പറയുന്നത്, അലീനേനെ പോലീസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടു എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നാത്തിന് അലീനേനെ കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
സിസ്റ്ററോട്. അപ്പോൾ സിസ്റ്റർ പറയും അതൊന്നും ഞാൻ അവർ പറയുന്നത് കേട്ടില്ല എന്ന്. അപ്പോൾ നീ ചെന്നിട്ട് ആ സുലോചനയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുമോ, ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടി അലീന നിങ്ങളുടെ മകളല്ലേ എന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ മകളൊന്നുമല്ല, അവളെ ഏതോ ഒരു സ്ത്രീക്ക് പിഴച്ചുണ്ടായതാണെന്നൊക്കെയാണ് കേട്ടോ ആ സിസ്റ്ററോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വെറുതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്നാണ് കേട്ടോ സിസ്റ്ററോട് വൈജയന്തി പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സുലോചന അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ സുലോചനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ബാലേട്ടൻ്റെ അടുത്തേക്ക് വന്നാണെന്ന് പറയട്ടെ. അപ്പോൾ അലീനനെ എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്, എന്താ കാര്യം എന്ന് ഭയങ്കര സന്തോഷത്തിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നന്നായി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് വൈജയന്തി ഇത് പറയുന്നത്. അപ്പോൾ എന്തിനാ അങ്ങനെ അലീനനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് ചേച്ചിക്ക് അറിയാം. ചേച്ചിയുടെ മകൻ അന്ന് ഇങ്ങനെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് അവളെ ഇങ്ങനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലേ, ആ കംപ്ലൈൻ്റ് ആണ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് രോഹിത്തിൻ്റെ ഈ കേസിനെ ഒന്നും കൂടി ബലപ്പെടുത്തേ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ മുഖം അങ്ങ് മാറുകയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അലീന വൈജയന്തി അല്ല സുലോചന പറയുന്നുണ്ടായിരുന്നു, അലീന ഇതുവരെ കംപ്ലൈൻറ്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ചേച്ചിയുടെ ഈ സന്തോഷം കണ്ടാൽ അവൾ അതന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടെ നിൽക്കുന്ന രണ്ട് സിസ്റ്റർമാരും കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതൊക്കെ നീ എന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന്. അപ്പോൾ ഇത് ചേച്ചിയുടെ സന്തോഷം കണ്ടിട്ട് ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ എന്നാണ് കേട്ടോ സുലോചന പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് സുലോചന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും +2 പഠിക്കുന്ന ആ പെൺകുട്ടീനെ ഇങ്ങനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കേസിൽ നിന്ന് ആങ്ങളുടെ മകനെയും ചേച്ചിയുടെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സുലോചന അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 2 നഴ്സുമാരും കേട്ടു. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ വൈജയന്തിക്ക് ഒന്നുകൂടെ ഒന്ന് വല്ലാതെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അലീന അവിടെ താഴെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ CA ആണെങ്കിലും യൂണിഫോമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അലീനേനെ മുകളിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ചോദ്യം ചെയ്തതാണെന്ന് അവിടെ ഉണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾ പറയും കേട്ടോ. എന്നിട്ട് ഇവൾ കംപ്ലൈൻറ്റിൽ ഒപ്പിട്ട് തരാമെന്ന് സമ്മതിച്ചോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയേ, എന്നാൽ അവളെ മുകളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് CA അവിടെ നിന്ന് മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആ കോൺസ്റ്റബിൾ ആണെങ്കിലും അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ കംപ്ലൈൻറ്റിൽ അങ്ങ് ഒപ്പിട്ട് കൊടുത്താൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്, എനിക്ക് പരാതിയില്ല, അതൊക്കെ ഇങ്ങനെ കുറേ മാസങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്, അന്നും ഞാൻ പരാതി കൊടുത്തിട്ടില്ല, പിന്നെ ഞാനിപ്പോൾ എന്തിനാണ് പരാതി കൊടുക്കുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ ആ വനിതാ കോൺസ്റ്റബിൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പണിക്കർ സാർ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുത്തിട്ടേ നിന്നെ ഇവിടെ നിന്ന് വിടുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നാളെ എന്തായാലും എന്നെ കോടതിയിൽ ഹാജരാക്കുമല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞോളാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിട്ടയക്കുമല്ലോ, അപ്പോൾ ഞാൻ മീഡിയക്കാരോട് പറഞ്ഞോളാം എന്ന് പറയും കേട്ടോ. നിങ്ങളെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്താ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ വനിതാ കോൺസ്റ്റബിൾ. അപ്പോൾ അലീനയ്ക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എവിടെയൊക്കെയാണ് വരേണ്ടതെന്ന് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ അവളെയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് വനിതാ കോൺസ്റ്റബിൾ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്, അലീനയോട് വളരെ മോശമായിട്ടാണ് കേട്ടോ CA ഇങ്ങനെ പെരുമാറുന്നത്. DYSP വരുന്ന സമയത്ത് അലീന CA മോശമായിട്ട് പെരുമാറിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പീഡനം നടന്നത് ഇവിടെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. DYSP ആണെങ്കിലും CAനോട് ചോദിക്കുന്നുണ്ട്, ഇവൾ തനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രമോ.